അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. പലർ കൂടി അവളെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സ്ത്രീയോട് കർത്താവ് സ്നേഹാർദ്രമായി പറയുന്ന ഒരു വചനമുണ്ട്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. നാം ഓരോരുത്തരും അനുരഞ്ജന കൂദാശയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് എല്ലാ തവണയും നമ്മോട് പറഞ്ഞു വിടുന്ന സ്നേഹത്തിൻ്റെ വാക്യം ഇതുതന്നെയാണ്. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ചില ആളുകൾക്ക് വലിയ വിഷമമാണ്. ചില പാപങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നു. ഉദാഹരണത്തിന് ചില ആളുകൾ കോപിക്കുന്നു, കള്ളം പറയുന്നു. ഞാൻ എത്ര നിരൂപിച്ചിട്ടും ഇത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നവർ പറയുന്നു. അങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. കോപം മാറ്റണമോ? അരിശം മാറ്റണമോ? കള്ളം പറയുന്ന രീതി മാറ്റണമോ? തീർച്ചയായും ശ്രമിച്ചാൽ നടക്കും. ഇപ്രകാരം ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ അരിശപ്പെടില്ല എന്ന് രാവിലെ ഉണരുമ്പോഴേ നിശ്ചയിക്കുക. അപ്രകാരം പ്രാർത്ഥനാപൂർവം നിശ്ചയിച്ച ശേഷം പരമാവധി അന്ന് മുഴുവൻ അരിശപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ഒന്ന് പരിശോധിക്കുക. ഇന്ന് എത്ര തവണ അരിശപ്പെട്ടു? പല അവസരങ്ങളിലും അരിശം ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. തീർച്ചയായും അങ്ങനെ പരിശോധിക്കുമ്പോൾ അരിശപ്പെട്ട അവസരങ്ങൾ നന്നേ കുറവായിരിക്കും. പിറ്റേന്നും ഇതേ തീരുമാനം തന്നെ എടുക്കുക. ഇന്ന് ഞാൻ പരമാവധി അരിശം കുറയ്ക്കും. വൈകുന്നേരം പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റും, തലേ ദിവസത്തേക്കാൾ അരിശത്തിൻ്റെ അവസരം കുറഞ്ഞു കാണും. ഇങ്ങനെ ചില തിന്മകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ ഒന്നൊന്നായി കുറച്ചു കൊണ്ടുവരാനായി നമുക്ക് സാധിക്കും. അരിശത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏത് തിന്മകളെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു പരിശ്രമം നടത്തിയാൽ അവയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും അങ്ങനെയാകുമ്പോൾ കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ആത്മീയമായി വളരാനും സാധിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിന്മകൾ നിരന്തരമായി ഒഴിവാക്കാൻ ഞങ്ങളുടെ പരിശ്രമം ഉണ്ടാകുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയൗസേ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.